നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ബീഹാറിൽ കണ്ടത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച സർക്കാരിനുള്ള അംഗീകാരമെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടും എന്നതിലാണ് കോൺഗ്രസും CPIയും SIRനെ എതിർക്കുന്നതെന്നും വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയ കാലം കഴിഞ്ഞെന്നും രാജീവ് ചന്ദ്രശേഖർ. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിനെ തുടർന്നായിരുന്നു പാർട്ടിയിൽ നിന്നുള്ള രാജിവെച്ചത് റിംബി റപ്പായി. LDFിൽ ചേർന്ന് മത്സരിക്കാൻ തീരുമാനം. വികസന നേട്ടങ്ങളും കോട്ടങ്ങളുമായി ചേലക്കര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തദ്ദേശം 2025 സംവാദ സന്ദേശം. തദ്ദേശം 2025 സംഘടിപ്പിച്ച 5 പഞ്ചായത്തുകളെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തി. സംബന്ധിച്ചത് LDF, UDF, NDA പ്രതിനിധികൾ. വാർത്തകൾ വിശദമായി. ബീഹാറിൽ കണ്ടത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച സർക്കാരിനുള്ള അംഗീകാരമെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടും എന്നതിലാണ് കോൺഗ്രസും CPIയും SIRനെ എതിർക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലും വലിയ രാഷ്ട്രീയ മാറ്റം വരും. വികസിത കേരളം സൃഷ്ടിക്കാൻ ജനങ്ങൾ അവസരം നൽകും. വികസനത്തിന് ജനങ്ങൾ മാറ്റം കൊണ്ടുവരും. ബീഹാറിൽ കണ്ടത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച സർക്കാരിനുള്ള അംഗീകാരം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. SIR വഴി ഒരു വ്യക്തത തെളിയിക്കുന്നതാണ് ബീഹാർ ഫലം. കോൺഗ്രസിൻ്റെയും RJDയുടെയും വിജയത്തിൻ്റെ കാരണം വോട്ടർ പട്ടികയിലെ ചേർത്തുവെച്ച വ്യാജ വോട്ടുകളാണ്. SIR വഴി വ്യാജ വോട്ടുകൾ നീക്കിയതിൻ്റെ ഇമ്പാക്റ്റാണ് ബീഹാറിൽ കണ്ടത്. വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടും എന്നതിലാണ് കേരളത്തിൽ കോൺഗ്രസും CPIയും SIRനെ എതിർക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തല്ലിപ്പൊളി എത്രയോ കൊല്ലമായിട്ട് കോൺഗ്രസും RJDയും അതുപോലെ തന്നെ CPIയും ചെയ്യുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്, പോളിറ്റിക്സ് ഓഫ് സേവനം. അതാണ് എത്ര കൊല്ലമായിട്ട് അവിടെ നിതീഷ് കുമാർജിയും NDA സർക്കാർ ചെയ്തത്. അതുകൊണ്ട് ഒരു തവണയും കൂടി ജനങ്ങൾ അവർക്ക് നല്ലൊരു മാൻഡേറ്റ്, ഒരു നല്ലൊരു മെജോറിറ്റി കൊടുത്തു. അതൊരു മെസ്സേജ്. രണ്ടാമത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ SIR വഴി ഒരു ക്ലാരിറ്റി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇതുവരെ കോൺഗ്രസും RJD പോലെ പാർട്ടീസ് അവരുടെ പൊളിറ്റിക്കൽ സക്സസ് എല്ലാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു വോട്ടർ ലിസ്റ്റിൽ അവർ കയറ്റി വെച്ച ഫേക്ക് വോട്ടേഴ്സ്. ഈ SIR വഴി ഫേക്ക് വോട്ടേഴ്സിനെ മാറ്റുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ SIRനെ കുറിച്ച് ചർച്ച വരുമ്പോൾ ഇവിടുത്തെ CPIയും കോൺഗ്രസും അതിനെ എതിർക്കുന്നത്, അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ എന്ത് നടക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നും പറയുന്നു. ഞാൻ മാർച്ച് 26 പറഞ്ഞു, എനിക്ക് ഈ ചുമതല തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നും പറയുന്നു. ജനങ്ങൾ, മലയാളി ആരാണെങ്കിലും ഈ സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങൾ, അവരുടെ അവകാശമാണ് വികസനം. അവർക്കും വേണം അഴിമതിരഹിത ഭരണം. അവർക്കും വേണം ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം. ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്തിട്ടാണ് വോട്ട് നേടിയത് CPIM. അതിനു മുമ്പ് ഗരീബി ഹട്ടാവെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി കോൺഗ്രസ്. വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് സമയം കഴിഞ്ഞു. ഇനി ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പാണോ അസംബ്ലി തെരഞ്ഞെടുപ്പാണോ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ മാറ്റം, രാഷ്ട്രീയത്തിലും മാറ്റം, ഭരണത്തിൽ മാറ്റം, ജനങ്ങളുടെ അപേക്ഷയും ജനങ്ങളുടെ അവകാശത്തിലൊരു മാറ്റം. അതിൻ്റെ ഒപ്പം ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം. മലയാളികൾക്ക് വേണം വികസനം, അഴിമതിരഹിത ഭരണം. എല്ലാം ശരിയാകുമെന്ന് വാക്കുകൊടുത്താണ് CPIM വോട്ട് നേടിയത്. വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയ കാലം കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നില്ല, 2 തെരഞ്ഞെടുപ്പിലും വലിയ മാറ്റം വരും. രാഷ്ട്രീയത്തിൽ മാറ്റവും ഭരണത്തിൽ മാറ്റവും ഉണ്ടാകും. രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം ഉണ്ടാകും. തെറിയും വിഭജനവും വിട്ട് വികസന മത്സരം ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിനെ തുടർന്നായിരുന്നു രാജി. കോൺഗ്രസിലെ റിംബി റപ്പായിയാണ് രാജിവെച്ചത്. LDFിൽ ചേർന്ന് മത്സരിക്കാനാണ് തീരുമാനം. വികസന നേട്ടങ്ങളും കോട്ടങ്ങളുമായി ചേലക്കര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തദ്ദേശം 2025 സംവാദ സദസ്സ് ശ്രദ്ധേയമായി. തദ്ദേശ സംവാദം സംഘടിപ്പിച്ചത് 5 പഞ്ചായത്തുകളെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തിയായിരുന്നു. LDF, UDF, NDA പ്രതിനിധികളായിരുന്നു സംവാദത്തിൽ പങ്കെടുത്തത്.
തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദ് സദസ്സ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, കൺവീനർ സ്റ്റാൻലി കെ സാമുവൽ, ട്രഷറർ MR സജി, രക്ഷാധികാരികളായ M മജീദ്, മണി ചെറുതുരുത്തി, TB മൊയ്തീൻകുട്ടി, PROമാരായ PV സമീർ, വിബിക്സ് കുര്യാക്കോസ്, പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ മനോജ് തൈക്കാട്ട്, MA വിഷ്ണു, PM റഷീദ്, സജി കിള്ളിമംഗലം, MI സാബിർ, പ്രമോദ്, മനോജ്, P പ്രവീൺ, M അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന മുന്നണികളായ LDFിലെ KM അഷ്റഫ്, UDFിലെ PM അനീഷ്, NDAയിലെ ശശി വെന്നൂർ എന്നീ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സംവാദം സംഘടിപ്പിച്ചത്. സംവാദ സദസ്സിന് P പ്രദീപ് മോഡറേറ്ററായി. തുടർന്ന് പ്രതിനിധികൾക്ക് പ്രസ് ക്ലബിന്റെ സ്നേഹാദരവും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ബീഹാറിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. BJP ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മധുരവിതരണവും നടന്നു. അഞ്ചുവിളക്ക് പരിസരത്ത് നടന്ന സമാപനം BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് C മധു സ്വാഗതം പറഞ്ഞു. ജില്ലാ മീഡിയാസ് കൺവീനർ ബാബു വെണ്ണക്കര നന്ദി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ജില്ലാ ഭാരവാഹികളായ G പ്രഭാകരൻ, T ബേബി, സുമതി സുരേഷ്, M സുനിൽ, മേഖലാ സെക്രട്ടറി ഹരി പട്ടിക്കര, SC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശാന്തകുമാരൻ, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി സിന്ധുരാജൻ, മണ്ഡലം ഭാരവാഹികളായ NR രാമകൃഷ്ണൻ, ദിവ്യ സന്തോഷ്, റാബിയ ബാബു, ശരവണൻ തിരുനെല്ലായി, യുവമോർച്ച ജില്ലാ ഭാരവാഹികളായ അംജിത്ത്, അജേഷ്, SC മോർച്ച ജില്ലാ ഭാരവാഹികളായ ഗണേശൻ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP വാണിയംകുളം പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചടങ്ങിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു. കൺവെൻഷൻ BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന അധ്യക്ഷന്റെ മുദ്രാവാക്യമാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ വച്ചു. ഇത്രയും കാലം ഇവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ച്, തെറ്റിദ്ധരിപ്പിച്ച്, ഭീഷണിപ്പെടുത്തി ഏതെല്ലാം രീതിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇവിടെ നടന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. അവരുടെ ദുർഭരണത്തിൽ കീഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി വിടുകയാണ് ചെയ്യുന്നത്. ഒരു സഖാവിനെ മറ്റൊരു സഖാവ് കൊല്ലാൻ ശ്രമിച്ചാൽ നമ്മൾക്കൊന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും, നമ്മളല്ല അവർ പറയുമ്പോഴും, ആ കൊലപാതകത്തിന് ശ്രമിച്ചുള്ള പ്രതികള് ജയിലിൽ കിടന്ന് ഇപ്പോഴും ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല, അവരെ സസ്പെൻഡ് ചെയ്യാൻ പോലും തയ്യാറാവാത്ത അവരുടെ ഭരണകൂടം ഒരു സൊസൈറ്റി അടക്കം ഭരിക്കുമ്പോൾ ഇവിടെ നിയമവും അതേപോലെ ന്യായവും കാറ്റിൽ പറത്തുന്ന ഇടതുപക്ഷത്തിനെ തൂക്കി അറബിക്കടലിലെങ്കിലും ഭാരതപ്പുറയുടെ അപ്പുറത്തേക്ക് വലിച്ചെറിയാൻ ഇവിടെ നമുക്ക് കഴിയണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുക. ജനങ്ങളുടെ മുന്നിൽ നമ്മൾ സേവന പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആരും പഞ്ചായത്ത് മെമ്പറോ BJP മേഖലാ സെക്രട്ടറി AT പ്രസാദ് അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP ജില്ലാ സെക്രട്ടറി N മണികണ്ഠൻ, ജില്ലാ സെക്രട്ടറി സുമ ബാബു, BJP മണ്ഡലം സെക്രട്ടറി P ജയരാജ് എന്നിവർ സംസാരിച്ചു. BJP വാണിയംകുളം ഏരിയ പ്രസിഡന്റ് P സുനിൽകുമാർ സ്വാഗതവും യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് നന്ദിയും പറഞ്ഞു. മങ്കര പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു. എല്ലാ വാർഡുകളിലും ജയിക്കാനുള്ള നമ്മുടെ ആത്മാഭിമാന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മങ്കര പഞ്ചായത്ത് നേരിടുന്നത്. സംസ്ഥാനം കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഭരണം ഈ നാട് മുഴുവൻ വികസനത്തിന്റെ പെരുമഴക്കാലമല്ലേ? അതിനൊരു പരിചയമല്ലേ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ? കോങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ 9 ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് മങ്കര ഗ്രാമപഞ്ചായത്ത്. MS വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. CM അബ്ദുൾ റഹ്മാൻ, OM മോഹൻരാജ്, ER ശശി, CK ചന്താമരൻ എന്നിവർ സംസാരിച്ചു. പൊതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. വാർഡ് 1 R ശാലിനി, വാർഡ് 2 MV കൃഷ്ണദാസ്, വാർഡ് 3 KR ഷാജീവ്, വാർഡ് 4 PC കുമാരൻ, വാർഡ് 5 K ഉമാദേവി, വാർഡ് 6 KA വിനീത, വാർഡ് 7 K സുനിത, വാർഡ് 8 VK ഷിബു, വാർഡ് 9 ശ്രീലക്ഷ്മി, വാർഡ് 10 MS ഹരിദാസ്, വാർഡ് 11 KV രാധാകൃഷ്ണൻ, 12 KM ഷൈബുന്നീസ, വാർഡ് 13 K ആയിഷ,
വാർഡ് 14 NK ശ്രീജിത, വാർഡ് 15 AK സുഭാഷ് CPI എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ബ്ലോക്ക് പഞ്ചായത്ത് മങ്കര ഡിവിഷനിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന S ജിൻസിയും തേനൂർ ഡിവിഷനിൽ മുഖത്തിനുണ്ണിയെയും ബ്ലോക്ക് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് കോട്ടായി ഡിവിഷനിൽ നിന്നും R ലത, പറളി ഡിവിഷനിൽ നിന്നും ഷഹന ടീച്ചർ എന്നിവർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് സമ്മേളനത്തിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. പെൻഷൻ ഭവനിൽ നടന്ന യോഗം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ആ രാജ്യങ്ങളിൽ കാണുന്ന വികസന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വികസന സാധ്യതകൾ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്ന ചിന്തയിലാണ് പുതിയ കേരളം ഇന്ന് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള സാമൂഹ്യ അവസ്ഥ പരിശോധിച്ച് പുതിയ സാധ്യതകളെ കണ്ടെത്തി പോയാൽ മാത്രമാണ് കേരളീയ സമൂഹം ഇനി കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം നമ്മുടെ ആവശ്യങ്ങളുടെ ഘട്ടങ്ങൾ മാറി. നമുക്ക് കുറെ കൂടി വിദേശ രാജ്യങ്ങളിലെ കുറേയേറെ കാര്യങ്ങൾ എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന പരിശോധന, ആത്മപരിശോധന ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്കറിയാം, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരു പ്രകൃതി കൊണ്ട് രമണീയമായിട്ടുള്ള കേരളം, ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ടൂറിസം സാധ്യതയുടെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് കേരളത്തിൽ. പ്രകൃതി രമണീയമായതാണ് കേരളം എന്ന് കാണാൻ സാധിക്കും. സംസ്കാരം വ്യത്യസ്തമാണ്, വിദ്യാഭ്യാസം അതെല്ലാം ഉയർന്ന നിലവാരത്തിലുള്ള നമ്മുടെ സംസ്ഥാനം. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ വിശദീകരണം നടത്തി. TK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. P ഗംഗാധരൻ, A ബാലകൃഷ്ണൻ, CN ഭവദാസനുണ്ണി, ES കൃഷ്ണൻ, ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരിയിലാണ് ബ്ലോക്ക് സമ്മേളനം നടക്കാനിരിക്കുന്നത്. മുഖ്യ രക്ഷാധികാരികളായി VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA എന്നിവർ ചെയർമാനായും MK ജയപ്രകാശ് വൈസ് ചെയർമാനുമായി 101 അംഗ സ്വാഗത സംഘ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കലാമണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി കൂത്തമ്പലത്തിൽ വിവിധ താളത്തിൽ തിമില ഇടച്ചിൽ ഇന്ന് 3 മണിക്ക് അരങ്ങേറും. കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കുന്ന തിമില ഇടച്ചിൽ പരിശീലനത്തിലാണ് കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും സംഘവും. കലാമണ്ഡലം പഞ്ചവാദ്യം വിഭാഗത്തിന്റെ വജ്രജൂബിലി ആഘോഷം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് തിമില ഇടച്ചിൽ നടക്കുന്നത്. കുറെ കാലത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡലം നിള ക്യാമ്പസിൽ തിമിലയുടെ കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും കലാമണ്ഡലം അഖിൽ, മുരളി, കൃഷ്ണദാസ്, രാഹുൽ, അജീഷ്, വിഷ്ണു, വിവേക് എന്നിവർ തിമിലയിലും, ഇലത്താള വിദഗ്ധനായ മുണ്ടത്തിക്കൂട് സന്തോഷ്, പനങ്കാട്ടുകര സുന്ദരൻ, കലാമണ്ഡലം അരുൺ ശ്യാം എന്നിവർ ഇലത്താളത്തിലും പങ്കെടുക്കുന്നുണ്ട്. പഞ്ചവാദ്യോപകരണങ്ങൾ മുഴുവനും പങ്കെടുപ്പിക്കുന്നില്ല എങ്കിലും പഞ്ചവാദ്യത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് തിമിലയിടച്ചിൽ. പഞ്ചവാദ്യത്തിന് സമയം പോരാതെ വന്നപ്പോൾ ജന്മമെടുത്തതാണോ എന്ന് വ്യക്തമല്ല. ചെണ്ട വിദഗ്ധർ കൂടിയായ തിമിലക്കാർ സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി കാണികളെ ഉന്മത്തരാക്കുന്ന തായമ്പകയിലെ തിമിലയിലേക്ക് ആവാഹിച്ചാലും മതി. എന്തായാലും കാണികളെ ഏറ്റെടുത്തതിനാൽ തിമിലയിടച്ചിൽ തീരപ്രതിഷ്ഠ നേടി. താളത്തിന്റെ ഇടയിൽ കൊട്ടുന്നതുകൊണ്ടാവാം തിമിലയിടിച്ചിൽ എന്ന പേര് വന്നത്. ചെമ്പട താളത്തിൽ അല്ലെങ്കിൽ ചതുരശ്രജാതി ഏകതാളത്തിൽ എണ്ടെങ്കിൽ ഏറ്റി ചുരുക്കുന്ന രീതിയിലാണ് ഇടച്ചിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പണ്ട് മറ്റു താളങ്ങളിലും ഇടഞ്ഞിരുന്നു. അതിൽ നിന്നെല്ലാം വേറിട്ട താളത്തിലാണ് ചിട്ടപ്പെടുത്തിയ വിവിധ താളങ്ങളിലെ തിമിലയിടച്ചിലുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പണ്ട് ചെണ്ടയിലെ ആദിഗായകർ തന്നെയാണ് തിമിലയും കൈകാര്യം ചെയ്തിരുന്നത് എന്നതുകൊണ്ട് എല്ലാ താളങ്ങളും അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇന്ന് തിമില മാത്രം പഠിക്കുന്നവർ ഏറിയതുകൊണ്ട് അവർക്ക് മറ്റു താളങ്ങളെ പരിചയപ്പെടാനും പ്രയോഗിക്കാനും അവസരമെന്ന നിലയ്ക്ക് കൂടിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 14 അക്ഷരകാലമുള്ള അടന്ത, 10 അക്ഷരക്കാലമുള്ള ചമ്പ, 7 അക്ഷരക്കാലമുള്ള ത്രിപുട, 6 അക്ഷരക്കാലമുള്ള പഞ്ചാരി എന്നിവയ്ക്ക് പുറമെ ചെമ്പട താളത്തിൽ തൃശ്ശനടയിലും ചതുരശ്രനടയിലും ഇടച്ചിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഓരോ ഇടച്ചിലിനും അതതു താളത്തിൽ ഉള്ള കലാശങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. തിമിലടത്തിന് തിമില പഞ്ചവാദ്യം കഴിഞ്ഞതിന് ശേഷം തിമിലയും പിന്നെ താളവും മാത്രമായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പരിപാടി ആണ് ഈ തിമിലടച്ചിൽ. ആ തിമിലടച്ചിൽ സാധാരണ ചതുരശ്ര ഗതിയിലാണ് ഉള്ളത്. അത് ചെമ്പട താളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അത് ബാക്കിയുള്ള അടിസ്ഥാന താളങ്ങളായുള്ള ചമ്പ, ചെമ്പട, അടന്ത, പഞ്ചാരി എന്ന് തുടങ്ങിയുള്ള വിവിധ താളങ്ങളിൽ ഇതേമാതിരിയുള്ള തിമിലടച്ചിലുകൾ
ചെയ്യുന്നതാണ്, ഈ പരീക്ഷിക്കലാണ് ഇവിടെ ചെയ്യുന്നത്. അത് മറ്റേ MA പൂർവ്വ വിദ്യാർത്ഥികളാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ റിഹേഴ്സലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ മുത്തലീഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇതിനു മുമ്പ് വന്നിട്ടുള്ള മെമ്പർമാരും ഇപ്പോഴുള്ള മെമ്പറും അതിനുശേഷം വരുന്ന മെമ്പറായൊക്കെ അതിനൊരു തുടർച്ചയുണ്ടാകണമെങ്കിൽ, ഇതുപോലെ ഈ നാട് നിലനിൽക്കണമെങ്കിൽ, ഈ നാട്ടിലെ ഓരോ മനുഷ്യരും ഇതുപോലെ സ്നേഹത്തോടുകൂടി നിലനിൽക്കണമെങ്കിൽ അതിന് തുടർച്ചയുണ്ടാകണം. ആ തുടർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ മെമ്പർ എന്താണോ ബാക്കി വെച്ച് പോയത്, ആ ബാക്കി വെച്ച് പോയത് ഏറ്റെടുക്കാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരാളെ തന്നെ തിരഞ്ഞെടുക്കണം. ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലയിലുള്ളവരെയും അംഗൻവാടി ജീവനക്കാർ, മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, അധ്യാപകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടി എന്നിവരെയും ആദരിച്ചു. TR ശശി, വിശ്വൻ, പഞ്ചായത്ത് അംഗങ്ങളായ M ഉണ്ണികൃഷ്ണൻ, AA ഷിഹാബ് എന്നിവർ സംസാരിച്ചു. വാർഡംഗവും പഞ്ചായത്ത് ഉപാധ്യക്ഷനുമായ OV സ്വാമിനാഥനെ വാർഡിലെ നാട്ടുകാർ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. 16-ന് യജ്ഞം സമാപിക്കും. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്ന 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലവാദ്യങ്ങളോടുകൂടി ഘോഷയാത്ര പുറപ്പെട്ടു. തുടർന്ന് മഹാഗണപതി ക്ഷേത്രത്തിൽ സമാപിച്ചു. കംസവധം, രാസലീല, ബ്രഹ്മസ്തുതി, രുക്മിണി സ്വയംവരം തുടങ്ങിയവയിൽ പാരായണവും നടന്നു. വൈപ്പുറം വാസുദേവ പ്രസാദാണ് യജ്ഞാചാര്യൻ. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിലും ഘോഷയാത്രയിലും പങ്കെടുത്തു. ശനിയാഴ്ചയും യജ്ഞം തുടർന്നു. നവംബർ 16 ഞായറാഴ്ച ഉച്ചയോടുകൂടി യജ്ഞം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബീഹാറിൽ കണ്ടത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച സർക്കാരിനുള്ള അംഗീകാരമെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടും എന്നതിലാണ് കോൺഗ്രസും CPIM SIR-നെ എതിർക്കുന്നതെന്നും വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയകാലം കഴിഞ്ഞെന്നും രാജീവ് ചന്ദ്രശേഖർ. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിനെ തുടർന്നായിരുന്നു പാർട്ടിയിൽ നിന്നുള്ള രാജി. രാജിവെച്ചത് റിമി റപ്പായി. LDF-ൽ ചേർന്ന് മത്സരിക്കാൻ തീരുമാനം. വികസന നേട്ടങ്ങളും കോട്ടങ്ങളുമായി ചേലക്കര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തദ്ദേശം 2025 സംവാദ സന്ദേശം. തദ്ദേശം 2025 സംഘടിപ്പിച്ച 5 പഞ്ചായത്തുകളെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തി. സംബന്ധിച്ചത് LDF, UDF, NDA പ്രതിനിധികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.